അബദ്ധം. എല്ലാ ആൽക്കഹോളിസ്റ്റുകളും പറയുന്ന വാക്കാ ഇത്. എന്റെ പൊന്നു മാഡം, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നെ പൊന്നെന്നോ വെള്ളിയെന്നോ വിളിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല. കള്ളൂടിയന്മാരുടെ കുമ്പസാരം എനിക്കിനി കേൾക്കാൻ വേണ്ട. അയ്യോ മാഡം പ്ലീസ്, എന്നെ കള്ളുടിയാനൊന്നും വിളിക്കല്ലേ. എനിക്കത് സഹിക്കാൻ പറ്റില്ല. കുടിച്ച് വെളിവില്ലാതെ വന്നിട്ട് ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ രാജു? ദേ, എനിക്കൊരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറയാനുണ്ട്. കുടിച്ച് ഓടയിൽ വീഴുന്ന ദിവസം മുൻപ് എന്നെ ഒന്ന് അറിയിച്ചേക്കണം. മാഡം, എനിക്കേ ഈ സ്റ്റേറ്റ് വിട്ട് പോവാന്. മാഡം 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 പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ അറിഞ്ഞുകൊണ്ട് കള്ളു കുടിച്ചതല്ല. പിന്നെ അതൊക്കെ പിന്നെ പറയാം മാഡം. ഇപ്പൊ എന്താ പറയാൻ മടി? മാഡം, അത് ഇങ്ങനെ എന്നെ അടിക്കാൻ ഒരു വടി കിട്ടിയിരിക്കുന്ന സമയത്ത് മാഡത്തിനോട് ഞാൻ എന്ത് പറഞ്ഞാലും മാഡം അത് വിശ്വസിക്കില്ല. നുണ പറഞ്ഞാലത് ഞാൻ വിശ്വസിക്കില്ല. മാഡം പ്ലീസ്, ഞാൻ മാഡത്തോടെ നല്ല, ഞാൻ ആരോടും നുണ പറയില്ല. എന്നിട്ടാണ് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്നെ കല്യാണം കഴിച്ചെന്നുള്ള സത്യം പറയാതിരുന്നത് അല്ലേ? മാഡം, എന്നിങ്ങനെ ഇൻസൾട്ട് ചെയ്യല്ലേ പ്ലീസ്. ഞാൻ മാഡത്തോട് ഇന്നലെ എന്റെ ഹൃദയം തുറന്ന് സംസാരിക്കാനാ വന്ന്. അതെന്റെ കഷ്ടകാലത്തിന് ഫ്ലോപ്പായി പോയി. മാഡം, മാഡം കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ. എനിക്ക് മാഡത്തിനോടുള്ള പ്രണയത്തെ പറ്റി ഇപ്പൊ തന്നെ അങ്ങ് തുറന്ന് പറഞ്ഞേക്കാം. ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ട. ഇതെന്താ ഇവിടെ പ്രസംഗിക്കാൻ പോവാണോ? അല്ല മാഡം, ഇനി ഞാൻ പറയാൻ പോകുന്നത് മാഡം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യ. എനിക്ക് ഒന്നും കേൾക്കണ്ട. രാജുവിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം. മാഡം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാജുവിന്റെ വീട്ടുകാരുടെ മുൻപില് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന് വരുത്തണം. അത്രയല്ലേ ഉള്ളൂ. അതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കിക്കോളാം. ആക്ട് ചെയ്ത പോരെ? അത് ഞാൻ ഏറ്റു. നമ്മൾ തമ്മില് വളരെ ഹാപ്പിയായ മാരേജ് ലൈഫാണെന്ന് കാണിക്കാൻ എല്ലാവരുടെ മുൻപിലും വളരെ നാച്ചുറലായ ആക്ടിങ്. അതുപോലെ ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എവിടെയാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എന്റെ അമ്മയെ കണ്ടുപിടിക്കും. എന്നിട്ട് അല്ല, മോനും മോക്കും ഇന്നൊരു പ്രത്യേകതരം പ്രകാശം, അതുകൊണ്ട് നോക്കിപ്പോയതാ. അതെന്താ? അവരുടെ രണ്ടുപേരുടെ മുഖത്ത് ഹാലജൻ ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, ഏറ്റവും ചെറുതിന് എന്തൊരു ഭയങ്കര ചിരി. അപ്പൂപ്പന്റെ കഷണ്ടിത്തലക്കിട്ട് ഓംപ്ലേറ്റ് അടിക്കുന്ന തലമുറ. അത് അപ്പൂപ്പന്റെ തലയിലിട്ടല്ല, അച്ഛമ്മയുടെ തലയിലിട്ട. അയ്യോ, മോള് കഴിക്കുന്നില്ലേ? ഞാൻ ഇരുന്നോളാം രാധമ്മ. രാജു കഴിക്കട്ടെ. ഇത് അഡ്ജസ്റ്റ്മെന്റാ. അളിയന്റെ വിളറിയ മോന്ത കണ്ടറിയാം. ആ മോളെ, ഉച്ചത്തേക്ക് രാധമ്മ എന്തേലും കഴിക്കാൻ തന്നു വരണോ? അതും മോള് നേരത്തെ വരൂ. ഒന്നും തന്നുവിടണ്ട രാധമ്മ. ഞാനും രാജുവും കൂടി വേണമെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചോളാം. രാജുന് ഓക്കെ അല്ലേ? രാജു ഓക്കെ. ഇത് ഡ്രാമ തന്നെ. ഇത് തക്കൂട്ടാൻ കളിയാ. മറ്റുള്ളവരെ പൊട്ടന്മാരാക്കിയിട്ടുള്ള മറ്റൊരു തരം കളി. ഓരവളുമാരും കാർ കൊടുത്തത് ഇറങ്ങിക്കോളും. പെണ്ണുങ്ങൾക്ക് എന്തു ആവാലോ. എന്റെ ബൈക്കിൽ വന്ന് ഇപ്പൊ ഇവിടെ കാർ ഇടിച്ചേനെ.
ഇടിച്ചിട്ട് എവളുമാരെ പാട്ടിനങ്ങ് പോവും. ആര് ചോദിക്കേ? അതെ, ഗ്രൂപ്പ് ചേർന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കല്ലേ. ഞാൻ പോലീസിനെ വിളിക്കുവേ. വിളിക്കടി, നീ വിളിക്കേ, നമുക്ക് കാണാലോ. എന്താണ് പ്രശ്നം? മാറ്. എന്താ പ്രശ്നം? എന്താ സാന്ദ്ര പ്രശ്നം? ഈ ലേഡി കാറുമായിട്ട് റോങ് സൈഡ് കയറി വന്നു. എന്റെ ബൈക്കിൽ ഇപ്പൊ കാറ് തട്ടിയേനെ, ഞാനിപ്പോ ചത്തേനെ. അത് ചോദിച്ചപ്പം ഇവിടെ നിന്ന് ന്യായം പറയുന്ന കണ്ടില്ലേ? നോക്ക്, എന്റെ കാർ റോങ് സൈഡിലാണോ കിടക്കുന്നത്? ഇയാള് മനഃപൂർവ്വം എന്നോട് വന്ന് വഴക്കുണ്ടാക്കുന്ന. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും. എന്താടാ, നീയൊന്നും സ്ത്രീകളെ വെറുതെ വിടില്ലേ? നീയൊക്കെ ആരാടാ ഇവിടുത്തെ? നാട്ടുപ്രമാണിയോ അതോ ഗുണ്ടകളോ? നിങ്ങൾ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. കാര്യമൊക്കെ എനിക്ക് അറിയാടാ. സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോ നിനക്കൊക്കെ ഉണ്ടാവുന്ന രോഗ അതാ എനിക്ക് മനസ്സിലാവാത്തത്. പോടാ പോ, നോക്ക് എല്ലാരും പോ. പോലീസ് വന്നാൽ കളി മാറും. സ്ത്രീ പീഡന വകുപ്പ് എത്ര കൊല്ലം ജയിലിൽ കിടക്കുന്ന അറിയാലോ. ഇതിന്റെ ഇടയിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ നീ ആരോടാ? IG-യോ? അല്ലടാ, DGP. പിന്നെ തെരുവിൽ വന്ന് പെണ്ണുങ്ങളെ അപമാനിച്ചിട്ട് വിളയുന്നോടാ.